Hello students, plus 2 solid state എന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അസൈൻമെന്റ് ആയിട്ട് തന്നിരുന്നു. അതിലുണ്ടായിരുന്നത് 5 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും 5 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ആയിരുന്നു. സോ നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നിരുന്നതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ലിസ്റ്റ് ഔട്ട് എനി 4 പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെയും അമോർഫസ് സോളിഡ്സിൻ്റെയും ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നതാണ് നോക്കാവുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഷേപ്പാണ്. ഷേപ്പിൻ്റെ കേസിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാവും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അമോർഫസ് സോളിഡ്സ് ദ ഷേപ്പ് ഈസ് ഇറഗുലർ. Okay, അതാണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് മെൽറ്റിംഗ് പോയിന്റ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. പക്ഷേ അമോർഫസ് സോളിഡ്സ് ആണെങ്കിൽ അവ ഫസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നതിനനുസരിച്ച് ആദ്യം ഒന്ന് സോഫ്റ്റൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മെൽറ്റ് ചെയ്യുള്ളൂ. നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഇപ്പോൾ വാട്ടർ ഒക്കെ എടുക്കുകയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന പോലെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റ് പറയാൻ കഴിയും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അമോർഫസ് സോളിഡ്സ് നമുക്കൊരു റേഞ്ച് പറയാൻ കഴിയുള്ളൂ. ഇന്ന ടെമ്പറേച്ചർ മുതൽ ഇത്രയും ടെമ്പറേച്ചർ വരെയാണ് അതിൻ്റെ ഒരു മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഒരു റേഞ്ചിലാണ് അതിൻ്റെ മെൽറ്റിംഗ് നടക്കുന്നത്. ദെൻ തേർഡ് പ്രോപ്പർട്ടി ഈസ് ക്ലീവേജ് പ്രോപ്പർട്ടി. അതായത് വെൻ കട്ട് വിത്ത് എ ഷാർപ്പ് എഡ്ജ് ടൂൾ, ഒരു ഷാർപ്പ് എഡ്ജ് ടൂൾ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ സർഫേസസ് കിട്ടുമല്ലോ, 2 സർഫേസസ് കിട്ടുമല്ലേ. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കേസിൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫേസ് ആണ് കിട്ടുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് അമോർഫസ് സോളിഡ്സ് ദ സർഫേസ് ഈസ് ഗോയിങ് ടു ബി ഇറഗുലർ. സർഫേസ് ഒരു ഇറഗുലർ സർഫേസ് ആണ് അമോർഫസ് സോളിഡിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്നത്. ദെൻ അനൈസോട്രോപ്പി. വാട്ട് ഈസ് അനൈസോട്രോപ്പി? അനൈസോട്രോപ്പി എന്ന് പറഞ്ഞാൽ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇത്തരം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. എങ്കിൽ അത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കേസിൽ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന വാല്യൂ, ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപ്പിക് ആണ് എന്ന് പറയും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അമോർഫസ് സോളിഡ് നമ്മൾ ഏത് ഡയറക്ഷനിൽ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം വാല്യൂ ആയിരിക്കും കിട്ടുക. സോ അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നേച്ചർ എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ ട്രൂ സോളിഡ്സ് ആണ് എന്ന് പറയും. ഓക്കെ, അമോർഫസ് സോളിഡ്സ് ആണെന്നുണ്ടെങ്കിലോ സ്യൂഡോ സോളിഡ്സ് ഓ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നാണ് നമ്മൾ അമോർഫസ് സോളിഡ്സിനെ പറയുക. ഇപ്പോൾ വി നോ ദാറ്റ് ഗ്ലാസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് അമോർഫസ് സോളിഡ്സ്. ഓക്കെ, ഗ്ലാസ് ഒക്കെ നമ്മൾ പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ എല്ലാം ജനലിലുള്ള ഗ്ലാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ തിക്നെസ് മുകൾ ഭാഗത്തുള്ളതിനേക്കാളും കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്ലാസ്സിന് ഫ്ലോ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ബട്ട് അറ്റ് എ വെരി സ്ലോ റേറ്റ്. ഒരുപാട് കാലം കഴിയുമ്പോൾ മുകൾ ഭാഗത്തുള്ള ഗ്ലാസ് താഴോട്ട് ഫ്ലോ ചെയ്ത് വന്നിട്ട് അതുകൊണ്ടാണ് നമുക്ക് താഴ്ഭാഗത്ത് തിക്നെസ് കൂടുന്നത്. സോ നമുക്കറിയാം ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ ലിക്വിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെയും പ്രോപ്പർട്ടി ആണെന്നുള്ളത്. സോളിഡിന് ഫ്ലൂയിഡിറ്റി ഇല്ല എന്നാണ് പറയാറ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അമോർഫസ് സോളിഡ്സ് ദേ ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡിറ്റി ഓൾദോ ഇറ്റ്സ് വെരി സ്ലോ. സോ നമ്മൾ അമോർഫസ് സോളിഡ്സിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ഓ സ്യൂഡോ സോളിഡ്സ് എന്നാണ് പറയുന്നത്. ദെൻ ഓർഡർ ഇൻ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിലുള്ള ഓർഡർ എങ്ങനെയാണെന്നുള്ളത് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ലോങ് റേഞ്ച് ഓർഡർ ആണ്. അതായത് ഇവരുടെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന് റെഗുലർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും. ആൻഡ് ദിസ് അറേഞ്ച്മെന്റ് വിൽ റിപ്പീറ്റ് ഇറ്റ് സെൽഫ് പീരിയോഡിക്കലി ഓവർ ദ ടൈം. ഓക്കെ, അതുകൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട് എന്ന് പറയും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അമോർഫസ് സോളിഡ്സ് ദ ഓർഡർ ഈസ് ഓഫ് ഷോർട്ട് റേഞ്ച്. വെരി ഷോർട്ട് റേഞ്ചിൽ മാത്രമേ ഈ ഒരു കണ്ടിന്യൂറ്റി ഈ റെഗുലാരിറ്റി നമുക്ക് അമോർഫസ് സോളിഡ്സിൻ്റെ കേസിൽ ഒബ്സർവ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇത്രയും പോയിന്റ്സ്, ഇതിലേതെങ്കിലും 4 പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ആർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപ്പിക്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്തുകൊണ്ടാണ് അനൈസോട്രോപ്പിക് ആവുന്നത്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപ്പിക് ആണ് എന്നത്.
അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതും നമ്മൾ പറഞ്ഞു. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ അനൈസോട്രോപിക് ആണ് എന്ന് പറയും. സോ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവിടെ നോക്കൂ. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു എ ബി എന്ന ഡയറക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സി ഡി എന്നൊരു ഡയറക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും രണ്ട് ഡയറക്ഷനിലും ഈ പാർട്ടിക്കിൾസ്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ഡിഫറൻസ് കാരണമാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടുന്നത്. ബട്ട് അമോർഫസ് സോളിഡ്സ്, ഇതൊരു അമോർഫസ് സോളിഡാണ്. സോ ഇതിൻ്റെ എല്ലാ ഡയറക്ഷനിലും അറേഞ്ച്മെൻറ്റ് ഇറഗുലർ ആണ്. സോ എനി ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഏകദേശം സെയിം വാല്യൂ ആണ് നമുക്ക് ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് കിട്ടുക. സോ that's why crystalline solids are anisotropic in nature. Okay, third question എന്തായിരുന്നു? Write some distinguishing feature of a metallic solid compared to an ionic solid. Metallic solidനെയും ionic solidനെയും കമ്പയർ ചെയ്തിട്ട് കുറച്ച് ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ്, ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്ന് തന്നെയാണ് എഴുതാൻ വരുന്നത്. സോ നമുക്കറിയാം ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലെ രണ്ട് ക്ലാസ്സസ് ആണ് മെറ്റാലിക് സോളിഡ്സും അയോണിക് സോളിഡ്സും. സോ മെറ്റാലിക് സോളിഡ്സ് എന്തൊക്കെയാണ് ഡിഫറൻസസ് വരുന്നത്? മെറ്റാലിക് സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസ് ആണ് മെറ്റാലിക് സോളിഡ് ആയിട്ട് മാറുന്നത്. അയോണിക് സോളിഡ്സിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആയിരിക്കും. അതിൽ പോസിറ്റീവ് ചാർജ് ഉള്ളതും നെഗറ്റീവ് ചാർജ് ഉള്ളതുമായിട്ടുള്ള അയോൺസ് ഉണ്ടാകും. ആൻഡ് അവ രണ്ടും, ഈ പോസിറ്റീവ് ചാർജുള്ള അയോൺസും നെഗറ്റീവ് ചാർജുള്ള അയോൺസും, അതായത് കാറ്റയോൺസും ആനിയോൺസും സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി അട്രാക്ട് ചെയ്തിട്ട് നിൽക്കുകയാണ് അയോണിക് സോളിഡ്സിൽ. ബട്ട് മെറ്റാലിക് സോളിഡ്സിൽ നമുക്ക് ഈ സോളിഡിൻ്റെ, ഈ ഒരു മെറ്റലിൻ്റെ പോസിറ്റീവ് അയോൺസ് ഉണ്ടാവും. അതിന് ചുറ്റും ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഒരു സി തന്നെ ഉണ്ടാവും. സോ ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് മെറ്റാലിക് സോളിഡിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നത്? പിടിച്ചു നിർത്തുന്നത്. സോ അവിടെ നിന്നാണ് ഇതിലുള്ള ഡിഫറൻസസ് തുടങ്ങുന്നത്. ദെൻ മെറ്റാലിക് സോളിഡ്സിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിയും, തേർമൽ കണ്ടക്ടിവിറ്റിയും ഉണ്ടാവും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അയോണിക് സോളിഡ്സ് സോളിഡ് സ്റ്റേറ്റിൽ, അതായത് സോളിഡായിട്ട് നിൽക്കുമ്പോൾ അതിന് കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. സോ ദേ ആർ ഇൻസുലേറ്റഡ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. ബട്ട് ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിനെടുത്തിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാറ്റിസിൽ പെട്ട് കിടക്കുന്ന അയോൺസ് ദേ വിൽ ബി ഫ്രീ ടു മൂവ് ആൻഡ് ദെൻ ദേ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സോ മോൾട്ടൺ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ അയോണിക് സോളിഡ്സ് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ബട്ട് മെറ്റാലിക് സോളിഡ്സ് സോളിഡ് സ്റ്റേറ്റിലാണേലും മോൾട്ടൺ സ്റ്റേറ്റിലാണേലും നല്ല കണ്ടക്ടേഴ്സ് ആണ്. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ദെൻ മറ്റൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാലിക് സോളിഡ്സിന് ഒരു ഫ്രീ ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ട് തന്നെ മെറ്റാലിക് ലസ്റ്റ്, തിളങ്ങുന്ന ഒരു പ്രോപ്പർട്ടി കൂടെ മെറ്റാലിക് സോളിഡ്സിന് വരുന്നുണ്ട്, അയോണിക് സോളിഡിന് അത് കാണുന്നില്ല. ദെൻ മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസ്, മാലിയബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മെറ്റാലിക് സോളിഡ്സിനെ തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ കഴിയും. ബട്ട് അയോണിക് സോളിഡ്സ് എന്താണ്? ബ്രിട്ടിലാണ്. നമ്മൾ അതിന് എന്തെങ്കിലും വെച്ചിട്ട് കംപ്രസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുന്ന ഒരു ഇതാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത് അയോണിക് സോളിഡ്സിൻ്റെ കേസിൽ. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തിൻ ഷീറ്റ് ആക്കാൻ കഴിയും. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ വയേഴ്സ് ആക്കിയിട്ട് വലിച്ചു നീട്ടാനും കൂടെ കഴിയും മെറ്റാലിക് സോളിഡ്സ്. അയോണിക് സോളിഡ്സ് ആണെങ്കിലോ മാലിയബിളും അല്ല, ഡക്റ്റിലും അല്ല. ഇത്രയാണ് അതിൽ മെയിനായിട്ട് വരുന്ന points of differences. Okay, next question, that's fourth question. Based on the nature of intermolecular forces, classify the following solids. Intermolecular forces ന്റെ ബേസിൽ താഴെ തന്നിരിക്കുന്ന സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് രണ്ട് സോളിഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് SiO2, then ice. SiO2നെ നമ്മൾ ക്വാഡ്സ് എന്നും വിളിക്കും. ഓക്കെ, ക്വാഡ്സ് SiO2 എന്ന് പറഞ്ഞാൽ ഒരു കോവാലന്റ് സോളിഡാണ്.
കോവാലന്റ് സോളിഡ് ഓ നെറ്റ്വർക്ക് സോളിഡ് എന്നും പറയും. നെറ്റ്വർക്ക് സോളിഡ്. ഐസ് ആണെന്നുണ്ടെങ്കിലോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് മോളിക്കുലർ സോളിഡ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്റർമോളിക്കുലർ ഫോഴ്സസ് തമ്മിൽ ഇത് രണ്ടിലും ഉള്ള വ്യത്യാസം എന്താണ്? SiO2 അല്ലെങ്കിൽ കൊവാലന്റ് സോളിഡിന്റെ കേസിൽ സ്ട്രോങ് കൊവാലന്റ് ബോണ്ടാണ് ഇതിലുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനെ പിടിച്ചു വെച്ചിട്ടുള്ളത്. ബട്ട് ഐസ് പോലെയുള്ള മോളിക്കുലർ സോളിഡ്സിൽ വളരെ വീക്കായിട്ടുള്ള വാൻഡർവാൾസ് ഫോഴ്സസ് ആണുള്ളത്. മോളിക്കുലർ സോളിഡ്സിനെ നമുക്ക് വീണ്ടും 3 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഒന്ന് നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്, രണ്ടാമത് വരുന്നത് പോളാർ മോളിക്കുലർ സോളിഡ്സ്, ദെൻ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. നോൺ പോളാർ മോളിക്യൂൾസ് ആണ് ഇതിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ പോളാറിലാണ് ഉൾപ്പെടുത്തുക. ഐസ് എന്ന് പറഞ്ഞാൽ ഐസ്, ദാറ്റ് ഈസ് H2O. ഹൈഡ്രജൻ്റെ കൂടെ ഓക്സിജനോ നൈട്രോജനോ ഫ്ലൂറിനോ ഈ 3 ആറ്റംസ് ആണ് വരുന്നുണ്ടെങ്കിൽ അതിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഒബ്വിയസ്ലി വാട്ടറിൽ ഹൈഡ്രജൻ്റെ കൂടെ വരുന്നത് ഓക്സിജൻ ആണ്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. സോ ഇതിലെ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് കമ്പാരിറ്റീവ്ലി വീക്ക് ആയതുകൊണ്ട് മോളിക്കുലർ സോളിഡ്സ് സോഫ്റ്റ് ആയിരിക്കും ഇൻ നേച്ചർ ആൻഡ് ദേ ആർ ജനറലി നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ബട്ട് ക്വാർട്സ് പോലെയുള്ള കൊവാലന്റ് സോളിഡ്സിൽ സ്ട്രോങ് ആയിട്ടുള്ള കൊവാലന്റ് ബോണ്ടാണ് അതിലുള്ളത്. സോ എന്താണ് ഉണ്ടാവുന്നത്? ഈ സ്ട്രോങ് ബോണ്ട് കാരണം ക്വാർട്സ് പോലെയുള്ള ഈ കൊവാലന്റ് സോളിഡ്സ് ജനറലി ഹാർഡായിരിക്കും. സോ ആൻഡ് ഓൾസോ ഈ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാനൊന്നും കഴിയില്ല. അതിൻ്റെ ഒരു പൊസിഷനിൽ നല്ല ഫിക്സ്ഡ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. സോ ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആസ് വെൽ. ഇത് മോൾട്ടൻ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിലും നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ഇത് കൊവാലന്റ് സോളിഡ്സ്. ദെൻ വേറൊരു ഡിഫറൻസ് വരുന്നത് കൊവാലന്റ് സോളിഡ്സിന് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഉണ്ടാവും. ബട്ട് ഫോർ മോളിക്കുലർ സോളിഡ്സ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് തുടങ്ങിയതൊക്കെ കമ്പാരിറ്റീവ്ലി വളരെ ലോ ആയിരിക്കും. കാരണം എന്താ? ഇത് തമ്മിൽ വീക്കായിട്ടുള്ള ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ആൻസറിൽ മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് how do you classify crystalline solids? Give one example for each. Crystalline solidനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ആൻഡ് ഓരോ ക്ലാസ്സിനും ഓരോ എക്സാമ്പിൾസ് വീതം കൊടുക്കുക. സോ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ അതിലെ നമ്മൾ അറിയാം, സോളിഡ്സിനെ നമ്മൾ ജനറലി 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ക്രിസ്റ്റലൈനും അമോഫസും. അതിലെ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷനാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഇതിൽ വരുന്നത്. അതിലൊന്നാമത്തത് മോളിക്കുലർ സോളിഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു മോളിക്കുലർ സോളിഡ്സിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസ് ആണ്. ഇതിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷനായിട്ട് നമുക്ക് 3 ക്ലാസ്സസ് കൂടെ ഉണ്ട്. അതിലൊന്നാമത് വരുന്നത് നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്. ദെൻ ഇതിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് പോളാർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടാവും. സോ അത്തരം സോളിഡ്സിനെ നമ്മൾ പോളാർ മോളിക്കുലർ സോളിഡ്സ് എന്ന് പറയും. ദെൻ തേർഡ് വൺ വരുന്നത് ഏതാണ്? നേരത്തെ പറഞ്ഞതാണ്, ഏതായിരുന്നു? ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. ഓക്കെ, മോളിക്കുലർ സോളിഡ്സ് ആണ് ഇതിൽ ഫസ്റ്റ് ക്ലാസ് വരുന്നത്. അതിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദെൻ പിന്നെ ഏതാ വരുന്നത്? സെക്കൻഡ് വൺ ഏതാ? അയോണിക് സോളിഡ്സ്. അയോണിക് സോളിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആയിരിക്കും. ഈ 4 ക്ലാസ്സസും നമ്മൾ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു പോയതാണ്. അയോണിക് സോളിഡ്സിൽ അതിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്താണ് വരുന്നത്? അയോൺസ് ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ മോളിക്കുലർ സോളിഡിന് എക്സാമ്പിളായിട്ട് ഏതാ പറയാൻ പറ്റുക?
മോളിക്കുലർ സോളിഡിന് ഏതെങ്കിലും മോളിക്യൂൾസ് ലൈക്ക് CO2 അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? മോളിക്കുലർ സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ്. മോളിക്യൂൾസ് ആയിരിക്കും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, അത്രയും ശ്രദ്ധിച്ചാൽ മതി. അയോണിക് സോളിഡ്സ് ആണെന്നെങ്കിലോ, അയോണിക് സോളിഡ്സ് ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് കാറ്റിയോണോ ഓ ആനയോൺ ആയിരിക്കും. ദെൻ ആസ് എക്സാമ്പിൾസ് വി ക്യാൻ ടേക്ക് NaCl, KCl and there are a lot of other examples as well. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ ഏതാണ് വരുന്നത്? മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സ് ആണെന്നുണ്ടെങ്കിൽ മെറ്റൽസ് ആയിരിക്കും വരിക. മെറ്റൽസ് എഴുതിയാൽ മതി. എക്സാമ്പിളായിട്ട് സോഡിയം, പൊട്ടാഷ്യം പോലെയുള്ള മെറ്റൽസ് എല്ലാം മെറ്റാലിക് സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ്. ദെൻ ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ഈസ് കോവാലന്റ് സോളിഡ്സ് ഓ നെറ്റ്വർക്ക് സോളിഡ്സ്. ഇതിൻ്റെയും എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടു. SiO2 ഓ ഡയമണ്ട് ഇതിന് ഒരു കോവാലന്റ് സോളിഡിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇങ്ങനെ ഏതെങ്കിലും ഓരോ എക്സാമ്പിൾ വീതം ഓരോ ക്ലാസ്സിന് എഴുതാം. ഓക്കെ, ഇത്രയായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്. നൗ ലെറ്റ്സ് ഡിസ്കസ് ദി objective questions. The first question is, which of the following is a pseudo solid? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സ്യൂഡോ സോളിഡ് ആയിട്ടുള്ളത് ഏതാണ്? സ്യൂഡോ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ കണ്ടു. സ്യൂഡോ സോളിഡ് എന്ന് പറഞ്ഞാൽ അമോർഫസ് സോളിഡ്സ് ആണ്. ഓക്കെ, സോ താഴെ തന്നിട്ടുള്ള എക്സാമ്പിൾസിൽ അമോർഫസ് സോളിഡ് ഏതാണെന്ന് നോക്കിയാൽ മതി. CaF2 എന്ന് പറഞ്ഞാൽ Ca2+ ഉണ്ട്, F- അയോൺസ് ഉണ്ട്. ഈ അയോൺസ് ആണ് അതിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത്. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് എൻ അയോണിക് സോളിഡ്. ദെൻ NaCl ആണെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും ഒരു അയോണിക് സോളിഡിന് എക്സാമ്പിൾ ആണ്. ഗ്ലാസ് ആണെങ്കിലോ we know that glass is an example of amorphous solid. So that is the option that we have to mark in this question. So option B ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓൾ ഓഫ് ദീസ് എന്തായാലും വരില്ല, കാരണം എയും സിയും എന്താണ് റോങ് ആൻസേഴ്സ് ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. ഓക്കെ, then the second objective question is, the smallest repeating structural unit of a crystal is called. ഒരു ക്രിസ്റ്റലിലെ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് സ്ട്രക്ചറൽ യൂണിറ്റിനെ എന്താണ് നമ്മൾ വിളിക്കുക എന്നതാണ്. ഫസ്റ്റ് ഓപ്ഷൻ A is lattice point. ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ 3 ഡയമെൻഷണൽ ലാറ്റീസിലെ ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെയും നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട്, അതായത് ആറ്റംസ് ആണെങ്കിലും അയോൺസ് ആണെങ്കിലും ഏതാണ് ഇതിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളെങ്കിലും അതിനെ നമ്മളൊരു പോയിന്റ് ആയിട്ടാണ് എടുക്കുന്നത്. സോ അതിലെ ആ ലാറ്റീസിലെ ഓരോ പോയിന്റിനും നമ്മൾ ലാറ്റീസ് പോയിന്റ് എന്ന് പറയും. അതല്ല നമുക്ക് വേണ്ട ഓപ്ഷൻ, അപ്പോൾ ഇതല്ല. ദെൻ സെക്കൻഡ് വൺ ബ്രവേസ് ലാറ്റീസ്. ബ്രവേസ് ലാറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റിന് പോസിബിൾ ആയിട്ടുള്ള ആകെ 14 വേസേ ഉള്ളൂ. ആ 14 3 ഡയമെൻഷണൽ ലാറ്റീസസിനെ നമ്മൾ ബ്രവേസ് ലാറ്റീസ് എന്ന് പറയും. സോ ഓപ്ഷൻ ബിയും അല്ല നമുക്ക് വേണ്ട ആൻസർ. ദെൻ സ്പേസ് ലാറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പേസ് ലാറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ 3 ഡയമെൻഷണൽ ലാറ്റീസ് അറേഞ്ച്മെന്റ് ആണ്. സോ അതുമല്ല നമുക്ക് വേണ്ടത്. സോ ഓപ്ഷൻ ഡി യൂണിറ്റ് സെൽ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഒന്നെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആൻസർ കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ നേരിട്ട് അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഡസ് നോട്ട് ഡിഫൈൻ എ ക്രിസ്റ്റലൈൻ സോളിഡ്? തന്നിട്ടുള്ള പ്രോപ്പർട്ടീസിൽ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനെ ഡിഫൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിനു മുമ്പ് വന്ന ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തതാണ്. Let's have a look at the options. Option A, when cut into pieces have irregular surface. ഇത് കറക്റ്റ് ആണോ? അല്ല. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് എന്നതാണ്. വിച്ച് ഡസ് നോട്ട് ഡിഫൈൻ എ ക്രിസ്റ്റലൈൻ സോളിഡ് എന്നതാണ് വേണ്ടത്. ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ കേസിൽ നമുക്ക് ഇറഗുലർ സർഫസ് അല്ല വരുന്നത്, ഒരു സ്മൂത്ത് റെഗുലർ സർഫസ് ആണ് നമുക്ക് കിട്ടുക. സോ ദിസ് ഓപ്ഷൻ എ ഡസ് നോട്ട് ഡിഫൈൻ എ ക്രിസ്റ്റലൈൻ സോളിഡ്. സോ ഇത് നമുക്ക് എടുക്കാവുന്ന ഒരു ഓപ്ഷനാണ്. ദെൻ സെക്കൻഡ് വൺ, ഐസോട്രോപിക് ഇൻ നേച്ചർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഐസോട്രോപിക് അല്ല, എനൈസോട്രോപിക് ആണ്. സോ ഇതും നമുക്ക് എടുക്കാവുന്ന ഒരു ഓപ്ഷനാണ്. എനൈസോട്രോപിക് ഇൻ നേച്ചർ, ഓപ്ഷൻ സി സേസ് എനൈസോട്രോപിക് ഇൻ നേച്ചർ. എനൈസോട്രോപിക് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് എൻ അനൈസോട്രോപിക്. Crystalline solid is anisotropic in nature. So
ഓപ്ഷൻ സി ഡസ് ഡിഫൈൻ എ ക്രിസ്റ്റലൈൻ സോളിഡ്. നമുക്ക് ഡസ് നോട്ട് ഡിഫൈൻ എ ക്രിസ്റ്റലൈൻ സോളിഡ് എന്നാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ എയും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കാം, ഓപ്ഷൻ ബിയും എടുക്കാം. സോ ഓപ്ഷൻ ഡിയിൽ എന്താ പറയുന്നത്? ബോത്ത് എ ആൻഡ് ബി, എയും ബിയും കറക്റ്റ് ആണ്. സോ ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇത് ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിക്കാതെ ഓപ്ഷൻ എ കണ്ട് വെൻ കട്ട് ഇൻ ടു പീസസ് ഹാവ് ഇറഗുലർ സർഫേസ്, ഇത് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് വായിക്കാതെ നേരെ എ മാത്രം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്ക് പോകും. സോ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് വായിക്കുക എന്ന കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? So option A is molecular crystals are very hard and incompressible. Molecular crystals hard ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. molecular crystals hard ആണോ? molecular crystals വീക്ക് ആയിട്ടുള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ് അതിനെ ഹോൾഡ് ചെയ്യുന്നത്. സോ വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ molecular crystals സോഫ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സോ വെരി ഹാർഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഓപ്ഷൻ ശരിയല്ല. സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ട്രൂ അല്ല. Then option B, ionic crystals have very low volatility. Ionic crystals ന്റെ volatility എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക്, വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ അയോണിക് ക്രിസ്റ്റൽസിൽ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെച്ചിട്ടാണ് പിടിച്ചു വെച്ചിട്ടുള്ളത്. സോ അതിന് ഒരു ലാറ്റിസിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. സോ ഇറ്റ് ഹാസ് വെരി ലോ വോളറ്റിലിറ്റി. ഇത് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഓപ്ഷൻ സി നോക്കാം. മെറ്റാലിക് ബോണ്ട് ഈസ് ഡയറക്ഷണൽ ആൻഡ് റിജിഡ്. മെറ്റാലിക് ബോണ്ട് ഡയറക്ഷണലും റിജിഡും ആണ് എന്നാണ് പറയുന്നത്. മെറ്റാലിക് ബോണ്ട് അല്ല ഡയറക്ഷണൽ റിജിഡ് ആയിട്ടുള്ളത്, കൊവാലന്റ് ബോണ്ട് ആണ്. സോ ഈ ഓപ്ഷനും തെറ്റാണ്. മെറ്റാലിക് ബോണ്ട് അല്ല, കൊവാലന്റ് ബോണ്ട് ആണ് ഡയറക്ഷണൽ ആൻഡ് റിജിഡ് ആയിട്ടുള്ളത്. ദെൻ ഓപ്ഷൻ ഡി, boron nitride has an ionic crystal structure. boron nitride ne ionic crystal structure aanu. No, boron nitride is an example of covalent solid. So adine ionic crystal structure alla undava, adoru network solid ne example aanu. So ee option തെറ്റാണ്. So option B ആണ് fourth question ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് തന്നിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, fifth question എന്താണ്? Graphite is a soft solid lubricant, extremely difficult to melt. The reason for this anomalous behavior is that graphite എന്തായതുകൊണ്ടാണ് ഈ ഒരു anomalous behavior കാണിക്കുന്നത്? ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ആണ്. ബട്ട് ഗ്രാഫൈറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. കൊവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സിന് നല്ല ഹാർഡായിട്ടുള്ള നേച്ചർ ആണുള്ളതാണെന്നാണ് നമ്മൾ നേരത്തെ കൊവാലന്റ് സോളിഡ്സിനെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത്. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാലും ഒരു കൊവാലന്റ് സോളിഡ് ആണ്. ബട്ട് ഇറ്റ് ഷോസ് സം അനോമലസ് പ്രോപ്പർട്ടീസ്. അത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഈസ് എ നോൺ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്. നോ, ഗ്രാഫൈറ്റ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ തന്നെയാണ്, ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് തന്നെയാണ്. സോ ഓപ്ഷൻ എ ഈസ് റോങ്. ഓപ്ഷൻ ബി is an allotropic form of diamond. ഡയമണ്ടിന്റെ അലോട്രോപ്പിക് ഫോം ആയതുകൊണ്ടാണ് സോഫ്റ്റ് ആവുന്നത് എന്ന് പറയുന്നു. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ നേച്ചറിൽ നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതിന്റെ അലോട്രോപ്പ് ആയതുകൊണ്ട് ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആയി എന്ന് പറയുന്നത് തെറ്റാണ്. ദെൻ ഓപ്ഷൻ സി ഹാസ് മോളിക്യൂൾസ് ഓഫ് വേരിയബിൾ മോളിക്കുലർ മാസസ് ലൈക്ക് പോളിമേഴ്സ്. അങ്ങനെയാണോ? അല്ല. ഗ്രാഫൈറ്റിൽ നമുക്ക് ആകെ ഒറ്റൊരു ആറ്റാണ് വരുന്നത്. കാർബൺ എന്നൊരു ആറ്റം മാത്രമാണ് ഇതിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സിയും തെറ്റാണ്. ദെൻ നമുക്ക് വി ആർ ലെഫ്റ്റ് വിത്ത് ഓൺലി വൺ ഓപ്ഷൻ, ഓപ്ഷൻ ഡി. അത് തന്നെ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. എന്താണ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത്? ഹാസ് കാർബൺ ആറ്റംസ് അറേഞ്ച്ഡ് ഇൻ ലാർജ് പ്ലേറ്റ്സ് ഓഫ് റിംഗ്സ് ഓഫ് സ്ട്രോങ് ബൗണ്ട് കാർബൺ ആറ്റംസ് വിത്ത് വീക്ക് ഇന്റർപോളേറ്റ് ബോണ്ട്സ്. ഇത് തന്നെയാണ് ഇതിലുള്ള കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. കാർബണിന്റെ വാലൻസി 4 ആണ് എന്ന് നമുക്കറിയാം. സോ ഈ 4 വാലൻസി ഇലക്ട്രോൺസിൽ ആകെ 3 എണ്ണം യൂസ് ചെയ്തിട്ട് ഗ്രാഫൈറ്റിൽ വേറെ നെയ്ബറിങ് കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കി ഓരോ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കും. ദെൻ ഡിഫറെൻറ്റ് ഷീറ്റ്സിൻ്റെ ഇടയിൽ ഇതിൻ്റെ 4th വാലൻസ് കാർബൺ ഇല്ലേ, അത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും.
സോ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഈ ഷീറ്റ്സ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ച് കുറവായിരിക്കും. ഈ ഒരു ഷീറ്റിന് മറ്റൊരു ഷീറ്റിന് മുകളിലൂടെ സ്ലൈഡ് ചെയ്ത് പോകാൻ കഴിയും. ഈ ഒരു സ്ലൈഡിങ് പ്രോപ്പർട്ടി വരുന്നത് കൊണ്ടാണ് എന്ത് ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആവുന്നത്. ബട്ട് ഇറ്റ്സ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. സോ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഒക്കെ നല്ലൊരു ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടാണ് ഏത് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ. സോ ഓപ്ഷൻ ഡി തന്നെയാണ് ഇതിന് കറക്റ്റായിട്ട് വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് തരുമ്പോൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.